ഇപ്പോൾ CPIM നേതാവ് ശ്രീ നാസർ കൊളായി കൂടി ചേരുന്നുണ്ട്. നാസർ കൊളായി, നിങ്ങളുടെ ഭരണത്തെ ശ്ലാഘിക്കുന്നത് ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിത്വമാണ് മണിശങ്കർ അയ്യർ. അത്രയേറെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ് പറയുന്നത് പിണറായി സർക്കാർ തുടരേണ്ടതിൻ്റെ അനിവാര്യത എന്താണ്? ഈ രണ്ട് തുടർഭരണം മീൻസ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഈ LDF ഭരണം നാടിന് ചെയ്ത ഗുണം എണ്ണിപ്പറഞ്ഞാണ് മൂന്നാമത് തുടരുമെന്ന് പറയുന്നത്. അവിടെ പ്രതിപക്ഷം നിഷ്പ്രഭമാണ് എന്ന് അദ്ദേഹം പറയുന്നു, കോൺഗ്രസ് നേതാവ്. അത് ആവർത്തിക്കുകയാണ് അദ്ദേഹം. ഇന്നലെ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ സ്വപ്നം നടപ്പാക്കി, ഇന്ന് പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ സ്വപ്നം നടപ്പാക്കിയത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് അജിംഷാദെ മനുഷ്യങ്കർ അയ്യർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാചകത്തിന്റെ കൂടെ ചേർത്ത വാക്കിനാണ് ഏറ്റവും പ്രസക്തിയുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മഹാത്മജിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ഭരണകൂടമാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ ഭരണകൂടം. മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുള്ളത് ഒരു നാട്, ആ നാടിന്റെ ഭരണം നാട്ടിലുള്ള എല്ലാവരും അനുഭവിക്കണമെങ്കിൽ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് ആ ഭരണം തന്റേത് കൂടിയാണ്, തനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തോന്നുന്നിടത്താണ് ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യ എന്ന് ഗാന്ധി പറഞ്ഞു വെച്ച വാചകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് മണിശങ്കർ അയ്യർ പിണറായി സർക്കാരിനെ പുകഴ്ത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ അനുഭവ സാക്ഷ്യത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിനിടയിൽ ആരോ എപ്പോഴോ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വേദി കിട്ടിയപ്പോ ആ വേദി, അത് രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത്, ഉപകാര സ്മരണയാണ് അത്ര. എന്താണ് ഉപകാര സ്മരണ? ഈ വേദി കിട്ടിയതാണ്. എവിടെയാണ് ഇവരുടെയൊക്കെ നിലവാരം? വേദി കിട്ടാൻ വേണ്ടിയിട്ട് മണിശങ്കർ അയ്യർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഉന്നത റാങ്ക് നേടിയ ആളാണ്. മാത്രമല്ല മന്ത്രിയായിരുന്ന കാലത്ത് ഏറ്റവും പ്രഗത്ഭനായ ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ പ്രഭാഷണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള തിരക്കിനിടയിൽ നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വിളിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ വേദി കിട്ടിയിട്ടാണ് പറയുന്നത്. ഇവര് ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ചാനലിലൊക്കെ വന്നിരുന്ന് ഈ മണിശങ്കർ അയ്യരെ ഇപ്പൊ അലവലാതി, ഇന്നലെ ചാനൽ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഈ മണിശങ്കർ അയ്യർ അലവലാതിയാണ് എന്നാണ്. ഏറ്റവും വൃത്തികെട്ട ഭാഷ പ്രയോഗിച്ചു ചാനലിൽ വന്നിരുന്നിട്ട്. നമുക്കറിയാം, ഒരു ചാനലില് DYFIയുടെ നേതാവ് സുഹൃത്ത് എന്ന് വിളിച്ചപ്പോ താൻ എന്നെ സുഹൃത്തെന്ന് വിളിക്കണ്ട, ഞാൻ നിന്റെ സുഹൃത്തല്ല എന്ന് പറഞ്ഞ കക്ഷിയാണ്. അതുപോലെ തന്നെ സുന്നി സമ്മേളനം നടന്നപ്പോ അതിനെക്കുറിച്ച് വിശദീകരിച്ച ഒരു സുന്നി പണ്ഡിതനെ പൂരപ്പാട്ട് പാടി അവഹേളിച്ച വ്യക്തിയാണ്. അയാളൊക്കെയാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്, NK പ്രേമചന്ദ്രൻ കേരളത്തിൽ നിന്നുള്ള UDFന്റെ MP ആണല്ലോ. അയാള് നരേന്ദ്രമോദിയെ പുകഴ്ത്തി നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞ് മോദിയെ വേദിയിലിരുത്തി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. എവിടെയായിരുന്നു ഈ കോൺഗ്രസുകാർ? ഇവരാരെങ്കിലും ഏതെങ്കിലും UDFകാരനെ അതിനെതിരെ പ്രതികരിച്ചോ? ഒരക്ഷരം അതിനെ കുറിച്ച് പറഞ്ഞില്ല. ശശി തരൂര് നരേന്ദ്രമോദിയെ പുകഴ്ത്തിയല്ലോ. എവിടെയായിരുന്നു ഈ കോൺഗ്രസുകാർ? അപ്പൊ ശശി തരൂർ ഇവർക്ക് അലവരാതിയൊന്നുമല്ല, അയാൾക്കെതിരെ പറയാൻ ഇവർക്ക് നാവുകൊണ്ടുന്നില്ല. കാരണം എന്താ? കാരണം പുകഴ്ത്തിയിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. അത് കോലിബി സഖ്യത്തിന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാ സമരങ്ങളും ഒരുമിച്ച് BJPയുടെ കൂടെ ചെയ്യുന്നുണ്ട്. ഇന്ത്യ രാജ്യം പൂർണ്ണമായി സ്തംഭിച്ച ഒരു പൊതുപണിമുടക്ക് വന്നപ്പോ ഈ പണിമുടക്ക് എവിടെയുണ്ട്? കേരളത്തിലല്ലാതെ. ഞങ്ങൾ ഇവരുമായി സഹകരിക്കില്ല, ഞങ്ങൾ BJPക്കെതിരെ ഇവരുടെ കൂടെ സമരം ചെയ്യില്ല എന്ന് VD സതീശൻ പറയുമ്പോ രാഹുൽ ഗാന്ധി പറയാണ് ഞാൻ ഈ സമരത്തിന്റെ കൂടെയാണ്. അതുപോലെ തന്നെ മല്ലികാർജുന ഖാർഗെ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ. അപ്പൊ ഇവരുടെ അസുഖം എന്താന്ന് വെച്ചാൽ BJPയെ പറയുന്നതിൽ ഇവർക്ക്, നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതിൽ ഇവർക്കൊരു പ്രശ്നമില്ല. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും മണിശങ്കർ അയ്യർ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളെ ഇവിടെ ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പാവപ്പെട്ടവന് ഇത് തന്റേത് കൂടിയാണ് ഈ ഭരണകൂടം എന്ന് തോന്നിപ്പിക്കുമ്പോഴാണ് ഞാൻ സ്വപ്നം കണ്ട ഇന്ത്യ യാഥാർത്ഥ്യമാകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. അതിന് വർത്തമാനകാലത്ത് കോൺഗ്രസുകാർക്ക് എന്ത് മഹാത്മാഗാന്ധിയാ? തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയ ദിവസം അത് ആഘോഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നടത്തിയ ചായ സൽക്കാരത്തിൽ പോയി ചായ കുടിച്ച് പങ്കെടുത്ത വർത്തമാന ഗാന്ധിമാരുള്ള നാട്ടിലാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയാൻ പാടില്ല, പ്രിയങ്ക റോബർട്ട് വധേര എന്ന് പറയുന്നു. കാരണം ഫിറോസ് ഗാന്ധി കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ആയത്. റോബർട്ട് വധേര കല്യാണം കഴിച്ച പ്രിയങ്ക റോബർട്ട് വധേരയാണ്. പോകട്ടെ, കോൺഗ്രസിന്റെ ഭാഷ്യത്തിലെ വർത്തമാനകാല ഗാന്ധി
PK ഫിറോസിന്റെ വാചകം കടമെടുത്ത് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടി, മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വെട്ടിമാറ്റിയവരുടെ ആഘോഷത്തിൽ പങ്കെടുത്തവർ. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് മഹാത്മാഗാന്ധിയുടെ സ്വപ്നം? പാവപ്പെട്ടവന്റെ തന്റേത് കൂടിയാണ് ഈ ഗവൺമെന്റ് എന്ന് തോന്നിക്കണം. ഇവിടെ ഈ കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത നാടായി കേരളത്തെ പ്രഖ്യാപിച്ചു. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യം. ആ കാര്യമാണ് ഈ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്.